ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സംസരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുകൃതികളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ശ്രീ ഭുവനേശ്വരി ദേവിയുടെ അനുഗ്രഹം എല്ലാ സുഹൃതികൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി എന്ന പണ്ഡിതനായ ഭാഗവതോത്തമൻ ദേവിയുടെ ഇഷ്ടഭക്തൻ ദേവിയോട് സംവാദ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് എന്ന രീതിയിൽ എഴുതിയ ആ സ്തോത്രകാവ്യം, അതാണ് ദേവി നാരായണീയം. അതിനെ ഭഗവത് അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അനുസ്മരിക്കുവാൻ ഇതാ നമുക്കേവർക്കും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് നാം അനുസ്മരിക്കുന്ന ദശകം 10 ശക്തിപ്രദാനം. അതിൽ 1, 2, 3 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 4, 5, 6, 7 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയാണ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അത് ദേവി നാരായണീയം അത് പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ എനിക്കും അത് പറഞ്ഞു തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും ജഗദംബ അനുഗ്രഹിക്കട്ടെ. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം നോക്കാം. ശ്ലോകം 4 പാരായണം. ഗൗരീം മഹാകാളഭിതാം ച ദത്വാ സംഹാരശക്തിം ഗിരിശായ മാതാ നവാക്ഷരം മന്ത്രമുദീരയന്തി ബദ്ധാഞ്ജലിം സ്ഥാൻ സ്മിതപൂർവമാത്ഥ. ശ്ലോകം 5 പാരായണം. ബ്രഹ്മൻ ഹരേ രുദ്രം മദീയശക്തിത്രയേണ ദത്തേന സുഖം ഭവന്തഃ
ബ്രഹ്മാണ്ഡസർഗസ്ഥിതി സംഹൃതിശ്ച കുർവന്തു മേ ശാസനയാ വിനീതാഃ. ശ്ലോകം 6. മാന്യാ ഭവദ്ഭിഃ ഖലു ശക്തയോ മേ സ്യാത് ശക്തിഹീനം സകലം വിനിന്ദ്യം സ്മരേത മാം സന്തതമേവ മുക്ത്വാ പ്രസ്താപയാമാസിധ താം സ്ത്രീമൂർത്തീൻ. ശ്ലോകം 7. നത്വാത്രയസ്തേ ഭവതീം നിവൃത്താഃ പുംസ്ത്വം ഗതാ ആരുരുഹുർവിമാനം സദ്യസ്ഥിരോധാഃ സസുധാ സമുദ്രോ ദീപോ വിമാനശ്ച തിരോ ബഭൂവുഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീദേവി നാരായണീയം ദശകം 10 ശക്തിപ്രധാനം. ശ്ലോകം 4 പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം നോക്കാം. ആദ്യം പദച്ഛേദം. ഗൗരീം മഹാകാള്യഭിധാം ച ദത്വാ സംഹാരശക്തിം ഗിരിശായ മാതഃ. നവാക്ഷരമന്ത്രം ഉദീരയന്തി ബദ്ധാഞ്ജലി താൻ സ്മിതപൂർവം ആഥ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ഹേ മാതഃ ത്വം, അല്ലയോ അമ്മേ, അവിടുന്ന് മഹാകാള്യഭിധാം, മഹാകാളി എന്ന് പേരുള്ളവളും സംഹാരശക്തിം, തൻ്റെ സംഹാരശക്തിയുമായ ഗൗരിയെ ഗിരിശായ ച ദത്വാ, ശിവനും നൽകിയ ശേഷം നവാക്ഷരമന്ത്രത്തെ ഉദീരയന്തി, ഉച്ചരിച്ചുകൊണ്ട് ബദ്ധാഞ്ജലീൻ താൻ, കൈകൂപ്പി നിൽക്കുന്ന ത്രിമൂർത്തികളോട് സ്മിതപൂർവം, അതായത് മന്ദഹാസപൂർവം ആഥ, ഇങ്ങനെ പറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. ത്രിമൂർത്തികള് ദേവിയെ ഭക്തിപൂർവം സ്തുതിച്ചു. അവരുടെ ആ സ്തുതിയെല്ലാം കേട്ട് ദേവി അത്യധികം സന്തോഷവതിയായി. അവർക്ക് തൻ്റെ ശക്തികളെ നൽകുവാൻ ദേവി തീരുമാനിച്ചു. അതനുസരിച്ച് അതിൻ പ്രകാരം ദേവി വിഷ്ണുവിന് രക്ഷാശക്തിയെയും ബ്രഹ്മാവിന് സൃഷ്ടിശക്തിയെയും നൽകി. രക്ഷാശക്തി മഹാലക്ഷ്മി എന്നും സൃഷ്ടിശക്തിക്ക് മഹാസരസ്വതി എന്നാണ് പേര്. ഈ കഥ മുൻ ശ്ലോകത്തില് വ്യാഖ്യാനിച്ചു. ഇനി ഇവിടെ ഈ 4ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. ഈ ശ്ലോകത്തിൽ ശിവന് സംഹാരശക്തിയെ നൽകിയ കഥയാണ് പറയുന്നത്. സംഹാരശക്തിക്ക് മഹാകാളി എന്നും ഗൗരി എന്നും 2 പേരാണ്. 2 പേർ ഉണ്ട്, അതായത് 2 പേര്. ഇതിനു മുൻപിലത്തെ വിഷ്ണുവിന് രക്ഷാശക്തിയെ കൊടുത്തു, ബ്രഹ്മാവിന് സൃഷ്ടിശക്തിയെയും നൽകി എന്ന് പറഞ്ഞല്ലോ. അതിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തിക്ക് മഹാസരസ്വതി എന്നാണ് പേര്, വിഷ്ണുവിൻ്റെ രക്ഷാശക്തിക്ക് മഹാലക്ഷ്മി എന്ന പേര്. അതുപോലെ ഇവിടെ സംഹാരശക്തിയെ നൽകി ശ്രീശിവന് ദേവി. അതിൽ സംഹാരശക്തിക്ക് മഹാകാളി എന്നും ഗൗരിയും എന്ന് പേരുണ്ട്. ഈ ത്രിമൂർത്തികൾ ദേവി അവർക്ക് നൽകിയ 3 ശക്തികളെ സ്വീകരിച്ചു. അതിനുശേഷം ദേവിയുടെ മുന്നിൽ അഞ്ജലി കുപ്പിക്കൊണ്ട്, അതായത് കൈ കുപ്പിക്കൊണ്ട് വളരെ വിനയപൂർവം ഭക്തിപൂർവം ദേവിയുടെ മുന്നിൽ നിന്നു. ഈ സമയത്ത് ദേവി എന്താ ചെയ്തത്? ദേവി നവാക്ഷരീ മന്ത്രം ഉച്ചരിച്ചു. എന്തുകൊണ്ടാണ് ദേവി നവാക്ഷരീ മന്ത്രം ഉച്ചരിച്ചത്? മഹാദേവൻ അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ദേവി ഈ മന്ത്രത്തെ ത്രിമൂർത്തികൾക്കായി പറഞ്ഞു കൊടുത്തത്.
ആ നവാക്ഷരി മന്ത്രം എന്താണ്? ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായൈ വിച്ചേ. ഇതാണ് ആ നവാക്ഷര മന്ത്രം. മഹാകാളി ദേവി നിർഗുണയാണ്. ആ ദേവിയുടെ തമോ ഗുണപ്രധാനമായ അവതാരമത്രേ മഹാകാളി അവതാരം. മധുകൈടഭവധം ദശകം 4 നാം അനുസ്മരിച്ചു അല്ലേ? മഹാവിഷ്ണുവിന് മധുകൈടഭന്മാരെ നിഗ്രഹിക്കാൻ വേണ്ട ശക്തി നൽകിയത് ഈ മഹാകാളിയാണ്. ഈ ദേവിയുടെ നിർദ്ദേശാനുസരണമാണ് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ വിമാനത്തിൽ കയറിയതും. അത് ദശകം 9 രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചു. വിഷ്ണുവിനെ അനുഗ്രഹിച്ച ദേവി മഹാകാളിയാണ്. ദേവിയുടേതായ വിമാനത്തിൽ കയറി യാത്ര ചെയ്താണ് ഈ ത്രിമൂർത്തികള് മണിദ്വീപത്തില് എത്തിയതും. മണിദ്വീപത്തിൽ എത്തിയതും അവിടെ വെച്ച് ഭുവനേശ്വരി ദേവിയെ കണ്ടതും. ആ ഭുവനേശ്വരിയിൽ നിന്നാണ് ത്രിമൂർത്തികൾ 3 പേർക്കും 3 ശക്തികൾ ലഭിച്ചത്. അപ്പോൾ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർക്ക് 3 ശക്തികൾ ദേവി നൽകി അല്ലേ? അത് ഈ ഭുവനേശ്വരി ദേവിയിൽ നിന്നാണ് ലഭിച്ചത്. ഇവിടെ ശിവന് കിട്ടിയ മഹാകാളി എന്ന ശക്തിയുണ്ടല്ലോ, മുൻപ് പറഞ്ഞില്ലേ, മധുകൈടഭന്മാരെ നിഗ്രഹിക്കാൻ വേണ്ട ശക്തി മഹാവിഷ്ണുവിന് നൽകിയ ആ മഹാകാളിയിൽ നിന്ന് ഭിന്നയാണ് ഈ മഹാകാളി. ഇവിടെ ശിവന് നൽകിയിരിക്കുന്ന ആ മഹാകാളി എന്ന ശക്തി, ഇത് രണ്ടും വേറെയാണ്. അത് നാം മനസ്സിലാക്കണം. കഥയുടെ ഗതിക്കനുസരിച്ച് ഈ മഹാകാളി ഭുവനേശ്വരിയുടെ ശക്തി മാത്രമാണ്. മധുകൈടഭനാശിനിയായ മഹാകാളി ഭുവനേശ്വരിയുടെ അവതാരമാണ്. അപ്പോൾ സാക്ഷാൽ ഭുവനേശ്വരിയുടെ അവതാരമാണ് മധുകൈടഭനാശിനിയായ മഹാകാളി. മറ്റേത്, അതായത് ശിവന് കൊടുത്തിരിക്കുന്ന ആ മഹാകാളി എന്ന ശക്തിയാണ്. അത് ശക്തിയാണ്, ഈ ഭുവനേശ്വരി ദേവിയുടെ ശക്തിയാണത്. ഇത് രണ്ടും നാം മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഈ 4ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 5 പദച്ഛേദമന്വയാർത്ഥം വ്യാഖ്യാനം നോക്കാം. പദച്ഛേദം. ബ്രഹ്മൻ ഹരേ രുദ്ര മദീയ ശക്തിത്രയേണ ദത്തേന സുഖം ഭവന്തഃ. ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി സംഹൃതീഃ ച. ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി സംഹൃതീ ച കുർവന്തു മേ ശാസനയാ വിനീത. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ഹേ ബ്രഹ്മൻ, ആദ്യത്തെ വരിയില് ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ. ഹരേ, മഹാവിഷ്ണുവിനെ സംബോധന ചെയ്യുന്നു. ഹരേ രുദ്ര, ശിവനെ, ശ്രീരുദ്രൻ. ഹേ ബ്രഹ്മാവേ വിഷ്ണു രുദ്ര. മേ ശാസനയാ വിനീതാഹ, എൻ്റെ ശാസനയാൽ വിനീതന്മാരായി ഭവന്തഃ, നിങ്ങൾ 3 പേരും ദത്തേന, അതായത് ഈ ദേവിയുടെ ശാസനയാല് അവർ വിനീതന്മാരായി. ആ നിങ്ങൾ 3 പേരും ഇപ്പോൾ കിട്ടിയ ദത്തേന, ഇപ്പോൾ കിട്ടിയ മദീയ ശക്തി ത്രയേണ, എൻ്റെ ആ 3 ശക്തികൾ കൊണ്ട് ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി സംഹൃതീഹി ച, ബ്രഹ്മാണ്ഡത്തിൻ്റെ സൃഷ്ടി, രക്ഷ, സംഹാരം എന്നിവ സുഖം കുർവന്തോ, എളുപ്പത്തിൽ ചെയ്യുവിൻ. ദേവിയുടെ ആ അനുഗ്രഹം. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ദേവി അവരെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയണത്. ഹേ ബ്രഹ്മൻ, ഹരേ രുദ്ര, ബ്രഹ്മാവേ വിഷ്ണു രുദ്ര. ത്രിമൂർത്തികൾക്ക് ദേവിയുടെ തൻ്റെ ശക്തികളായ സൃഷ്ടിശക്തി, രക്ഷാശക്തി, സംഹാരശക്തി എന്നിവയെ നൽകി അല്ലേ? അത് നാം കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കി. അതനുസരിച്ച് ബ്രഹ്മാവ് ബ്രഹ്മാണ്ഡ സൃഷ്ടി നടത്തണം. ആ സൃഷ്ടിക്കപ്പെട്ടതിനെ വിഷ്ണു എന്ത് ചെയ്യണം? വിഷ്ണു സംരക്ഷിക്കണം, അതായത് പരിപാലനം ചെയ്യണം. കാലം വരുമ്പോൾ രുദ്രൻ എല്ലാം സംഹരിക്കുകയും വേണം. ഇതെല്ലാം ദേവിയിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്.
ലഭിച്ച ശക്തികളെ കൊണ്ട് ദേവിയുടെ ശാസനപ്രകാരം വേണം ത്രിമൂർത്തികളെ ഈ സൃഷ്ടിയാദികളൊക്കെ നടത്താൻ. ഈ കാര്യത്തിൽ അവർ സ്വതന്ത്രന്മാരല്ല. ദേവിയുടെ കൽപ്പനപ്രകാരം മാത്രമേ അവർക്ക് ഇതെല്ലാം നടത്താൻ കഴിയുകയുള്ളൂ. ദേവി മഹിമ 1-ാം ശ്ലോകത്തിൽ നോക്കുക. 5, 6 ശ്ലോകങ്ങൾ, 5, 6, 7 3 ശ്ലോകങ്ങളുണ്ട്. 5, 6, 7 ആ ശ്ലോകങ്ങളിൽ പറയണ്ടേ, ശക്തി സ്വരൂപിണിയായ ബ്രഹ്മാണ്ട നായികയാണ് ദേവി. ആ മഹാരാജ്ഞി കൽപ്പിക്കും. അങ്ങനെ ഉദ്യോഗസ്ഥർ കൽപ്പന നടപ്പിലാക്കും. അതായത് അതാണല്ലോ ഭരണസമ്പ്രദായം. ആ ഭരണസമ്പ്രദായ രീതി ഇപ്രകാരമാണല്ലോ. അതായത് ഒരു രാജ്യത്തിലെ ഒരു രാജാവാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്ഞിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ആ രാജ്ഞി കൽപ്പിക്കും. ഇവിടെ മഹാരാജ്ഞിയായിരിക്കുന്ന ഭുവനേശ്വരി ദേവി കൽപ്പിച്ചു. ആ രാജ്ഞി കൽപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യണം? രാജ്ഞിയുടെ കൽപ്പന നടപ്പിലാക്കണം, അല്ലേ? അതുപോലെയാണ് ഇവിടെ ദേവി മഹാരാജ്ഞിയായിട്ട് ദേവി കൽപ്പിക്കണു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാരാണ്? ത്രിമൂർത്തികള്. ദേവിയുടെ കൽപ്പന അവർ നടപ്പിലാക്കും. അങ്ങനെയാണ് ഭരണസമ്പ്രദായ രീതി. കൽപ്പനയനുസരിച്ച് ബ്രഹ്മാവ് എന്താ ചെയ്ത്? ബ്രഹ്മാണ്ട സൃഷ്ടി നടത്തുന്നു. മഹാവിഷ്ണുവാണെങ്കിൽ സംരക്ഷിക്കുന്നു. ശ്രീരുദ്രൻ സംഹരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ദേവിയുടെ നിർദ്ദേശാനുസരണം മാത്രമാണ്. ദേവി നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് നടക്കുന്നത്. ദേവി മഹാരാജ്ഞിയാണ്. മഹാരാജ്ഞിയുടെ കൽപ്പന ഈ ത്രിമൂർത്തികള് അനുസരിക്കുകയാണ് എന്നാണ് ഈ 5-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 6 പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം. മാന്യാഹ ഭവദ്ഭിഃ ഖലു ശക്തയഃ മേ സ്യാത് ശക്തിഹീനം സകലം വിനിന്ദ്യം സ്മരേത മാം സന്തതം ഏവം ഉക്ത്വാ പ്രസ്താപയാമാസിഥ താൻ. അന്വയാർത്ഥം നോക്കാം. ഭവദ്ഭിഃ മേ, നിങ്ങൾ എൻ്റെ, ശക്തയഃ മാന്യാഹ ഖലു, എൻ്റെ ശക്തികളെ മാനിക്കുക തന്നെ വേണം. ശക്തിഹീനം, ശക്തിരഹിതമായാൽ സകലം വിനിന്ദ്യം സ്യാത്, എല്ലാം നിന്ദ്യമായി തീരും. മാം സന്തതം സ്മരേത, എന്നെ എല്ലായ്പ്പോഴും സ്മരിക്കുവിൻ. ഏവം ഉക്ത്വാ, എന്നിങ്ങനെ പറഞ്ഞ് താൻ ത്രിമൂർത്തീൻ, ആ ത്രിമൂർത്തികളെ പ്രസ്താപയാമാസിഥ, അവിടുന്ന് യാത്രയാക്കി. ദേവി ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരോട് തുടരുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആ മഹാരാജ്ഞിയായിട്ടുള്ള ദേവി കൽപ്പിക്കുകയാണ്. അവർക്ക് ഓരോ ചുമതലകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ചുമതലകളൊക്കെ അവർ നിർവഹിക്കണം. അപ്പൊ ദേവി അവരോട് പറയണു, നിങ്ങൾ മൂവരും എൻ്റെ ശക്തികളെ മാനിക്കുക തന്നെ വേണം. ദേവി ബ്രഹ്മാവിനും വിഷ്ണുവിനും രുദ്രനും ഓരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായ ശക്തികളെയും അവർക്ക് നൽകി. എന്നിട്ട് ദേവി പറഞ്ഞു, എൻ്റെ ഈ ശക്തികളെ മാനിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ ആദരിച്ചുകൊണ്ട് വേണം അവനവൻ്റെ കർമ്മങ്ങൾ ആചരിക്കുവാൻ. എൻ്റെ ശക്തികളെ അപമാനിച്ചാൽ എന്താ? ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ശക്തി അവിടം വിട്ട് പോകും. ശക്തി പോയാൽ പിന്നെ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്കും ഓരോന്ന് ചെയ്യുവാനുള്ള ശക്തി നമുക്ക് എവിടുന്ന ലഭിക്കുന്നത്? ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി, അല്ലേ? അതല്ലേ നമുക്ക്. ആ ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഒരു അനുഗ്രഹമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തര് തന്നെത്താൻ അഭിമാനിക്കും, ഞാനാണത് ചെയ്തത്, എൻ്റെ കൽപ്പനപ്രകാരമാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില ദുരഭിമാനികളുണ്ട്, അല്ലേ? അപ്പോ ഇതൊന്നും നടക്കില്ല. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ദേവി കൊടുത്തിട്ടുള്ള ആ ശക്തികൾ, ആ ത്രിമൂർത്തികൾക്ക് നൽകിയിട്ടുള്ള ആ ശക്തികളെ
നല്ലപോലെ ആദരിച്ചുകൊണ്ട് വേണം അവനവന്റെ കർമ്മങ്ങൾ ആചരിക്കുവാൻ എന്ന് ദേവി പറയുകയാണ്. എൻ്റെ ശക്തികളെ അവമാനിച്ചാൽ ഉടൻ തന്നെ ഞാൻ നൽകിയ ആ ശക്തി അവിടം വിട്ടു പോവുകയും ചെയ്യും. ശക്തി പോയാൽ പിന്നെ എന്താ? വെറും ജഡമാവും. കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ കണ്ണും, കേൾവി ശക്തി നഷ്ടപ്പെട്ടാൽ ചെവിയും എന്തായി തീരും? വിഫലമായി തീരും. പിന്നെ ആ കണ്ണും ചെവിയും ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ ദേവി പറയണു, എന്നെ എല്ലായ്പ്പോഴും സ്മരിക്കണം, ഓർക്കണം. അപ്പോൾ എല്ലാ ശക്തികളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഒപ്പം, നിങ്ങളുടെ കൂടെ ആ ശക്തികൾ ഉണ്ടാവും. ദേവി ഇങ്ങനെ നിർദ്ദേശിച്ചത് പ്രത്യേകം സ്മരണീയമാണ്. ശിവനും വിഷ്ണുവും ദേവി അവർക്ക് നൽകിയ ആ ശക്തികളെ മറന്ന് ജഡപ്രായന്മാരായി തീർന്ന ആ രംഗം നമുക്ക് വരുന്ന 28ാം ദശകത്തിൽ നമുക്ക് കാണാം. അവിടെ വിവരിക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാം. ഈ 6ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 7 പദച്ഛേദം അന്വയാർത്ഥം വ്യാഖ്യാനം. പദച്ഛേദം. നത്വാ ത്രയഃ തേ ഭവതീം നിവൃത്താഃ പുംസ്ത്വം ഗതാഃ ആരുരുഹുഃ. ആരുരുഹുഃ ആ വിസർഗം അവിടെ വരുന്നുണ്ട്. വിമാനം സദ്യഃ തിരോധാഃ സഹ സുധാസമുദ്രഃ ദ്വീപഃ വിമാനഃ ച തിരോ ബഭൂവുഃ. അന്വയം നോക്കാം. തേ ത്രയഃ ഭവതീം, ആ 3 പേരും ഭവതിയെ നത്വാ നിവൃത്താഃ, പ്രണമിച്ച്, അതാണ് നത്വാ നിവൃത്ത, പ്രണമിച്ച് തിരിച്ച് പോന്നു. പുംസ്ത്വം ഗതാഃ, വീണ്ടും പുരുഷന്മാരായി തീർന്ന അവർ. വിമാനം ആരുരുഹു, വിമാനത്തിൽ കയറി. ത്വം സദ്യഃ തിരോധാഃ, അവിടുന്ന് പെട്ടെന്ന് മറഞ്ഞു. സഹ സുധാസമുദ്രഃ, ആ അമൃതസമുദ്രവും. ദ്വീപഃ വിമാനഃ ച, മണിദ്വീപവും വിമാനവും. തിരോബഭൂവുഃ, ഉടൻ തന്നെ അപ്രത്യക്ഷമായി. ഈ ത്രിമൂർത്തികള് അവരവർക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള ആ മൂന്ന് ശക്തികളുമായി ദേവിയെ നമസ്കരിച്ചു, പ്രണമിച്ചു. എന്നിട്ട് അവരവിടുന്ന് തിരിച്ച് പോന്നു. ഗോപുരദ്വാരത്തിൽ നിന്ന് പുറത്ത് കടന്നു. ഗോപുരദ്വാരത്തിൽ നിന്ന് പുറത്ത് കടന്ന അവർ 3 പേരും എന്താ, അവർക്ക് 3 പേർക്ക് എന്താ സംഭവിച്ച്? ഉടനെ തന്നെ മുമ്പത്തെ പോലെ പുരുഷന്മാരായി തീർന്നു. അവർ വിമാനത്തിൽ നിന്നിറങ്ങി ഗോപുരത്തിൽ എത്തിയപ്പോഴാണ് സ്ത്രീകളായി തീർന്നത്. ആ കഥ ഈ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഗോപുരദ്വാരത്തിന് പുറത്തു കടന്ന അവരെ കാത്തൊരു വിമാനം നിന്നിരുന്നു. ആ വിമാനത്തിൽ ത്രിമൂർത്തികള് കയറുകയും വിമാനം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വിമാനം ആരുടേതാണ്? ദേവിയുടേത് തന്നെയാണ്. ആ ദേവിയാണ് ആ വിമാനത്തിൽ അവരോട് കയറാൻ പറഞ്ഞത്. അവർ കയറി ഗോപുരദ്വാരത്തിലേക്ക് അവർ വന്നു. ആ ഗോപുരദ്വാരത്തിൽ അവർ കടന്ന ഉടനെ സ്ത്രീകളായി മാറി. ഇപ്പോഴോ അവർക്ക് അതേപോലെ അവരുടെ മുമ്പിൽ ഒരു വിമാനം വന്നു നിന്നു. ത്രിമൂർത്തികൾ ആ വിമാനത്തിൽ കയറി ആ ഗോപുരദ്വാരത്തിൽ നിന്നും എത്തിയപ്പോഴാണ്, ആ ഗോപുരദ്വാരത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴാണ് അവര് പുരുഷന്മാരായി തീർന്നത്, അല്ലേ? പുറത്ത് കടന്നവര് ആ 3 പേരും മുമ്പിലത്തെ പോലെ പുരുഷന്മാരായി തീർന്നു. അപ്പോ ഇപ്പോഴും അവരവിടെ ആ വിമാനം അവരെ കാത്തു നിന്നിരുന്നു. ആ വിമാനത്തിൽ കയറി ത്രിമൂർത്തികള് അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരാ വിമാനത്തിൽ കയറി അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് അടുത്ത നിമിഷത്തില് എല്ലാം മറഞ്ഞു. എന്തൊക്കെയാ അവർ കണ്ടത്? അമൃതസമുദ്രം, വിമാനം, മണിദ്വീപം, ദേവി, അല്ലേ? ഇതെല്ലാം അടുത്ത നിമിഷത്തിൽ അതെല്ലാം മറഞ്ഞുപോയി.
അവർ കണ്ടത് എന്തൊക്കെയാണ്? അമൃതസമുദ്രം, വിമാനം, മണിദ്വീപം, അതെല്ലാം അവിടുന്ന് അപ്രത്യക്ഷമായി. അവിടെ നിന്ന് ദേവിയും അപ്രത്യക്ഷയായി എന്നാണ് 7ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദമന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ഭുവനേശ്വരി ദേവിയുടെ തൃപ്പാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് ഈ 4 ശ്ലോകങ്ങളുടെ 4, 5, 6, 7 ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദവും അന്വയാർത്ഥവും എല്ലാം വ്യാഖ്യാനവും എല്ലാം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ജഗദീശ്വരിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.